കൂടി വരാം ക്രൂശിതനാഥ കനിയണമേ തിരുമുറിപ്പാടുകൾ ഏറ്റുവാങ്ങുവാൻ തിരുനാഥമെന്നിൽ തെളിയണമേ തെളിയണമേ. അതായാലും ഞങ്ങളുടെ ശോധനയെ അന്വേഷിക്കുന്ന തമ്പുരാനെ പിതാവിനും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാണ്. വിശ്വസിക്കാൻ സുഖമായിരിക്കട്ടെ. വിശ്വസിക്കാൻ സുഖം. നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്ത്? മോക്ക് എന്തോ ഒരു വിഷമമുള്ളതുപോലെ. ഏയ്, എനിക്ക് തോന്നിയില്ല. നമ്മളുടെ മോളെപ്പോഴും ഹാപ്പിയാണ്. എന്നാലും എന്തോ ഒരിത്. എന്നാ ഞാൻ ചോദിക്കാം. പിന്നെ മതി, അവള് പഠിക്കാനിരിക്കുക. മോള് വരുന്നില്ലേ? ഇല്ല അപ്പ, ഞാൻ നടന്നു നോക്കോളാം. എനിക്ക് എന്റെ മോളിലൂടെ പോകുന്നതാണ് ഇഷ്ടം. അനിമോളെ, മോൾക്ക് പപ്പയോട് നിങ്ങൾ ചോദിക്കാനുണ്ടോ? എന്താ ചോദിച്ചത്? അല്ല, മമ്മി പറയുന്നിട്ട് മോൾക്ക് എന്തോ വിഷമമുള്ള പോലെ. ഞാൻ ഹാപ്പിയാണ് പപ്പ. പിന്നൊരു കാര്യം, അത് ഞാൻ പിന്നെ പറയാം. ഓക്കെ. എന്ത് സ്പീഡാ മോളെ, വണ്ടി തോറ്റോ പോലെ. വാ കയറിക്കോ, ഞാൻ കൊണ്ടാക്കി തരാം. ഇല്ല, നീ പൊക്കോ, എനിക്ക് അല്പം നടക്കണം. അതത്ര ശരിയല്ലല്ലോ. ആരെങ്കിലും കാത്തു നിൽപ്പുണ്ടോ? പിന്നല്ലാതെ കൂടെ അങ്ങ് നടക്കുമല്ലേ. ഞാൻ കണ്ടുപിടിച്ചോളാം. മോളെ, നീ അനുവിനെ കാണാറുണ്ടോ? പിന്നെ കണ്ടോളൂ. അവള് നല്ല ദൈവഭക്തിയുള്ള ഉച്ച. പള്ളിയിൽ അവള് പാടുമ്പോഴുണ്ടല്ലോ, പ്രാർത്ഥനയിൽ നമ്മൾ ലയിച്ചിരുന്നു പോവും. അതല്ല, ആ ജെയ്സനും പിള്ളേരും അവളെ കുറിച്ച് എന്തോ മോശം പറയുന്നത്. ജെയ്സനാ? അവന് പ്രാന്താ. അല്ലെങ്കിൽ ഇത്രയും നല്ല കൊച്ചിനെ കുറിച്ച് കുറ്റം പറയുമോ? അവൻ വെകിളി പിടിച്ച് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അനുവിന് വേറെ ഏതോ ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പച്ചാ, എനിക്കൊരു സംശയമില്ലാതില്ല. അല്ല, അങ്ങനെയല്ല, ഈയിടക്കായിട്ട് അവൾക്ക് കുറച്ച് ഭക്തി കൂടുതലാ. ഞാൻ വണ്ടിയിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അവള് വന്നില്ല. ആരോടോ എന്തൊക്കെയോ സംസാരിച്ച് പോവല്ലേ എന്നാണ് എൻ്റെ സംശയം. അല്ലേലും ഈ മൊബൈല് പിള്ളേരെ ചീത്തയാക്കാൻ ഉണ്ടാക്കിയതാ. അപ്പനും മോളി ദുഷിപ്പൊന്ന് നിർത്തോ? പിന്നെ പ്രായം അതല്ലേ അമ്മേ. ഓ, അമ്മയ്ക്കൊന്നും അറിയത്തില്ലല്ലോ. ഇതെങ്ങാനും കേട്ട് നീ വല്ല കുരുത്തക്കേട് ഒപ്പിച്ചാല് കൊന്നു കളയും. പോരുന്ന് പഠിക്കടി. മമ്മി വന്നില്ലേ മോളെ? മമ്മി ഇപ്പം പള്ളിയിലുണ്ട്, അച്ഛനോട് സംസാരിച്ച് നിൽക്കുക. ആ കൊച്ചിന്റെ പാട്ട് എങ്ങനെ രസമല്ലേ.
പക്ഷെ അവൾക്ക് എന്തോ വിഷമമുള്ള പോലെ. അങ്ങനെ തോന്നിയോ? ആ കൊച്ചിന് എന്തിന്റെ കുറവാ? എനിക്ക് വെറുതെ തോന്നിയതാവും. അല്ലെന്നേ, ഇന്നലെ ജാൻസിമോളുടെ അപ്പൻ എന്നോട് ചോദിച്ചു അവർക്ക് വല്ല പ്രേമം വല്ലതും ഉണ്ടോന്ന്. ശരിക്കും? ആ കുഞ്ഞോളേച്ചിയോ? വാ, അകത്തേക്ക് വാ. അലക്സ് പോയോ? ചാച്ചനിപ്പോ പോയതേ ഉള്ളൂ. ചേച്ചി വാ, ഇരിക്ക്, ഞാൻ ചായ എടുക്കാം. അയ്യോ, ഒന്നും വേണ്ടാന്നേ, ഇവിടെ ഇരിക്ക്. ഞാനൊരു കാര്യം പറയാൻ വന്നതാ. നമ്മള് രാവിലെ അല്ലേ പള്ളിയിൽ വെച്ച് കണ്ടത്? അത് അലക്സ് കൂടെ ഉള്ളത് കൊണ്ട് ഇനി പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. എന്തെങ്കിലും ആവശ്യമുണ്ടോ ചേച്ചി? അതല്ല, നമ്മുടെ അനുമോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തു പ്രശ്നം? വേറൊന്നും വിചാരിക്കരുത്. അവൾ എനിക്ക് മോളെ പോലെയാണ്, അതുകൊണ്ടാണ്. ചേച്ചി കാര്യം പറ. അവൾക്കൊരു ചെറിയ പ്രേമമുണ്ടോ എന്നൊരു സംസാരമുണ്ട്. അനുമോൾക്കോ? അവളെ ചേച്ചിക്ക് അറിയാവുന്നതല്ലേ? എനിക്കറിയാം, എന്നാലും കേട്ടപ്പോൾ ഒന്ന് വന്ന് പറയണമെന്ന് തോന്നി. റോസമ്മോ, എന്തൊരു പ്രശ്നമുണ്ടല്ലോ. എന്ത് പ്രശ്നം? തന്നെ കാണാൻ തുടങ്ങിയിട്ട് കുറേ നാളായില്ലേടോ. എന്താടോ കാര്യം? അത് ഇയാൾ പറയടോ. നമ്മുടെ അനുവിന് ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ? അവൾക്ക് എല്ലാവരോടും ഇഷ്ടമല്ലേ? അതല്ല, അല്ലേലും ഞാൻ പറഞ്ഞതാ ഈ മൊബൈലൊന്നും വാങ്ങിക്കൊടുക്കണ്ടെന്ന്. അതിനെന്താ? കഴിഞ്ഞ ദിവസം രാത്രി അവൾ ആരോടോ സംസാരിക്കുന്നത് കേട്ടു. ഞാനതത്ര കാര്യമാക്കിയില്ല. ഇന്ന് പക്ഷേ കുഞ്ഞുമോളേച്ചി കൂടി പറയുന്ന കേട്ടപ്പോൾ അവരെന്ത് പറഞ്ഞു? അവൾക്ക് ആരോടോ ഒരിഷ്ടമുണ്ടെന്ന്. നീ അവളോട് ചോദിച്ചോ? ഇല്ല. ഞാൻ ചോദിക്കണോ? വേണ്ട, നാളെ ആവട്ടെ. ഇപ്പോൾ ഒന്ന് കിടക്കാൻ നോക്ക്. അച്ഛാ, ഞാൻ കാണാൻ വേണ്ടി നിൽക്കുമായിരുന്നു. നാവിൽ എന്നീശോദൻ നാമം, കാതിൽ എന്നീശോദൻ നാദം. അച്ഛാ, പറയടാ. പപ്പയുടെ അടുത്തും മമ്മിയുടെ അടുത്തും പറയാൻ പറ്റുന്നില്ല. നിന്റെ കൺഫ്യൂഷൻ ഇപ്പോഴും തീർന്നില്ല അല്ലേ? പോട്ടോടോ. എന്തൊക്കെ പറഞ്ഞാലും ഇതെനിക്ക് സമ്മതിച്ചു തരാൻ പറ്റത്തില്ല. എന്താടോ ഇങ്ങനെ? 3 മക്കൾ നഷ്ടപ്പെട്ടപ്പോൾ 4ാമതായി കിട്ടിയതാ എനിക്ക് എൻ്റെ അനുവിനെ. അവളെപ്പോഴും എൻ്റെ അടുത്ത് വേണം, ഇവിടെ വേണം. എനിക്ക് അവളെ എപ്പോഴും കാണണം.
എന്താടി വേറെ പ്രേമുണ്ടോ? എൻ്റെ ജെയ്സ, എന്തോ ജെയ്സ, ഞാനൊന്ന് പുറകെ വന്നപ്പോൾ നിനക്ക് എന്തായിരുന്നടി? അപ്പൊ നീ വലിയ പുണ്യാളത്തി. എന്നെ ഒഴിവാക്കിയിട്ട് രണ്ടിനും കൂടി ഇവിടെ ആടാനാണ് ഉദ്ദേശമെങ്കിൽ പോളെ മുഖം നിനക്ക് ഉണ്ടാവില്ലട്ടാ. എൻ്റെ ഈശോയെ, മമ്മിയും പപ്പയും എൻ്റെ ഈ ആഗ്രഹം സന്തോഷത്തോടെ സാധിച്ചു തരണമേ. എൻ്റെ ഈശോയെ, എനിക്ക് ദൈവവിളി ഉണ്ടെങ്കിൽ അതിലുറച്ചു നിൽക്കാൻ നീ എന്നെ അനുഗ്രഹിക്കണമേ. എനിക്ക് സിസ്റ്റർ ആകണോ അച്ചോ? ഞാൻ കുഞ്ഞുനാൾ മുതലേ വേറെ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. എൻ്റെ ഈശോയെ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ പപ്പയും അമ്മയും വേദനിക്കുന്നത് എനിക്ക് കാണാനാവില്ല. ഞാൻ എന്ത് ചെയ്യണം അച്ചോ? എനിക്കറിയില്ലടാ നിന്നെ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. മോള് ധൈര്യമായിട്ട് പോയി പപ്പയോടും മമ്മിയോടും കാര്യം പറ. എൻ്റെ പ്രാർത്ഥന ഉണ്ടടാ നിന്റെ കൂടെ. നമുക്ക് നമ്മുടെ മോളെ തന്നത് തമ്പുരാനല്ലേ, അവൾക്കും അതെല്ലാം ആഗ്രഹിക്കാൻ പറ്റൂ. അനുമോൾ അവളെ ആഗ്രഹിച്ചതുപോലെ കർത്താവിൻ്റെ മണവാട്ടി ആകട്ടോ. മോളുടെ സഭയിൽ ഓൾഡ് ഏജ് ഹോമൊക്കെ ഉണ്ടല്ലോ അല്ലേ? നിന്നെ കരയിപ്പിക്കാൻ പറഞ്ഞതല്ലടാ, നിന്റെ ഒപ്പം നിൽക്കാമെന്ന് ഓർത്തല്ലേ. ഞങ്ങളുണ്ട് നിന്റെ കൂടെ. എടോ, ഒരാളെ വേദനിപ്പിക്കുന്നതാണോ സ്നേഹം? ഇതാണോ ജീസ ശരിക്കും സ്നേഹം? തനിക്ക് വേണമെങ്കിലും മുഖം നശിപ്പിക്കാൻ പറ്റും, പക്ഷെ എന്നാലും ഒരു തുള്ളി പോലും സ്നേഹം കുറയാത്ത ഒരാളാണെങ്കിലോ? അങ്ങനെ ഒരാളില്ലടി. ഞാൻ എങ്ങനെയാണെങ്കിൽ ജീസൻ സ്വീകരിക്കുമോ? അത് പറ്റില്ലല്ലേ. എല്ലാ കുറവുകളോടെയും എന്നെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്ന ഈശോയുടെ മണവാട്ടി ആവാനാണ് ജീസ എനിക്ക് താല്പര്യം. ജീസ, ഇതാണ് എൻ്റെ വിളി. എനിക്കിതേ സാധിക്കൂ. ജീസന്റെ പ്രാർത്ഥന എന്നും എൻ്റെ കൂടെ ഉണ്ടാവണം. ഇനി ഞാൻ എൻ്റെ ഈശോയ്ക്കൊപ്പം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും കേട്ടോ. നിങ്ങൾക്കും എൻ്റെ കൂടെ വരാൻ ആഗ്രഹമുണ്ടോ? ഒരുപാട് മാതാപിതാക്കന്മാരുടെ ത്യാഗം നിറഞ്ഞ തീരുമാനമാണ് അനേകം വൈദികരെയും സിസ്റ്റേഴ്സിനെയും സഭയ്ക്ക് നൽകിയത്. ഈ ചെറിയ സിനിമ അവർക്കായി സമർപ്പിക്കുന്നു. ഇനിയും അനേക മക്കൾ ദൈവവിളിയിലേക്ക് കടന്നു വരട്ടെ എന്ന പ്രാർത്ഥനയോടെ സ്നേഹനിലയം സൺഡേ സ്കൂൾ, ലൊരേറ്റോ ദേവാലയം.